നമ്മൾ കണ്ണൂരിലേക്കാണ് പോകുന്നത്. അവിടെ രാത്രികാല വിശേഷങ്ങൾ ഒരുപാടുണ്ട്. നല്ല കിഡിലൻ ഫുഡ് കിട്ടുന്ന ഒരുപാട് ഇടങ്ങൾ കണ്ണൂരിലുണ്ടെന്നാണ് നമ്മുടെ സജോ ദേവസ്യ പറയുന്നത്. എനിക്ക് പറയാം, കണ്ണൂരുകാരനാണല്ലോ അല്ലേ? അപ്പോൾ അവിടെ ഒരു കിഡിലൻ വിഭവത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ സജോ ദേവസ്യ തയ്യാറായി നിൽക്കുന്നത്. നേരെ റിപ്പോർട്ടിലേക്ക്. ഹായ് ഓൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ താഴെച്ചൊവ്വയിലാണ്. താഴെച്ചൊവ്വയിലെ കിഴുത്തള്ളി തട്ടുകട. അതായത് കണ്ണൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോൺ വെജ് വിഭവങ്ങളുടെ കാര്യത്തിൽ കണ്ണൂരിൻ്റെ അത്രയും വൈവിധ്യം മറ്റെവിടെയും ഇല്ല എന്നാണ് ഞങ്ങളുടെ പൊതുവെയുള്ളൊരു അവകാശവാദം. ഇവിടെ പല വിഭവങ്ങളുണ്ട്. അതിലൊരു സ്പെഷ്യലാണ് പ്രധാനമായും നമ്മൾ നോക്കുന്നത്. അതായത് പത്തൽ വിത്ത് ചിക്കൻ ചുക്ക മിക്സ്. പറയാൻ കുറച്ച് പാടാണ്, നാക്കുളുക്കും. ഈ വിഭവങ്ങൾ കണ്ണൂരിലെ രാത്രികാല ഭക്ഷണ വിശേഷങ്ങളാണ് നമ്മൾ വിശദമായി കാണുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ ആ നാക്കുളുക്കുന്ന വിഭവത്തിൻ്റെ പ്രത്യേകത, മറ്റ് മിക്സുകൾ, കുറേ വിഭവങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം, വാ. അപ്പോൾ കിഴുത്തള്ളി തട്ടുകടയിലെ അടുക്കളയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നോടൊപ്പം ലത്തീഫിക്കയുണ്ട്. ലത്തീഫിക്കയാണ് ഇവിടുത്തെ മെയിൻ കുക്ക്. നമുക്ക് വേഗത്തിൽ ഇവിടുത്തെ മറ്റു വിഭവങ്ങൾ എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ ആ പറഞ്ഞ സ്പെഷ്യൽ വിഭവത്തിലേക്ക് വരും കേട്ടോ. എന്തൊക്കെയായിക്കാ ഇവിടുത്തെ വിഭവങ്ങൾ? ബീഫ് മസാല, ഇതൊരു പെസലാണ്. പിന്നെ ഒരു ബീഫ് ഫ്രൈ കൂട്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. ഇത് എപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പതച്ചുകൊണ്ടേയിരിക്കുന്ന നല്ല ലൈവാണ്. എല്ലാം ലൈവാണ്. എല്ലാം ലൈവ്. പത്തല്, പൊറോട്ട, പുട്ട് എല്ലാം ലൈവ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്പെഷ്യൽ വിഭവത്തിന് മിക്സ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഇത് പത്തൽ ചിക്കൻ ചുക്ക. പത്തൽ ചിക്കൻ ചുക്ക മിക്സ്. അതായത് പത്തൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭവമാണ്. അതിൻ്റെ കൂടെ ചിക്കൻ ചുക്ക മിക്സ് ആക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നല്ല ടേസ്റ്റിയാണ് ഫുഡ്, നല്ല ഫുഡാണ്. ആ മിക്സിങ് അതിൻ്റെ കാര്യമായിട്ട് മിക്സിങ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ചിക്കൻ ചുക്ക വിത്ത് പത്തൽ മിക്സ്. ഇവിടെ ഈ കിഴുത്തള്ളി തട്ടുകടയിൽ ധാരാളം വൈവിധ്യമാർന്ന വിഭവങ്ങളുണ്ട്. എല്ലാം കഴിക്കാൻ പറ്റില്ല, എല്ലാം കഴിക്കാനുള്ള വയറില്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ ഈ ചിക്കൻ ചുക്ക പത്തൽ മിക്സ് മാത്രമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഭക്ഷണ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ വൈവിധ്യമാർന്ന അനവധി വിഭവങ്ങളുണ്ട്. ആ വിശേഷങ്ങളുമായി വീണ്ടും ചേരാം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. അപ്പൊ ഇത് കണ്ട് വായിൽ വെള്ളം വന്നവർ എത്ര പേരുണ്ടാവും? ഒരുപാട് പേരുണ്ടാവും. നേരെ കണ്ണൂരേക്ക് വെച്ച് പിടിക്കാം. അവിടെ ഈ പറയുന്നത് നേരെ പോവാ, ഈ സാധനം കഴിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്.